हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। औज़ु बिल्लाहि मिनश्शैतानिर्रजीम बिस्मिल्लाहिर्रहमानिर्रहीम। नाज़रीन कराम अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। नाज़रीन, आज 1 जून 2024 ईस्वी हफ़्ते का दिन है। इंडिया में इस वक्त रात के 10 बजे हैं और GMT के मुताबिक इस वक्त सहपहर के 4:30 बजे हैं। और नाज़रीन, ये वक्त है प्रोग्राम राह हुदा का। नाज़रीन, कादियान दारुल अमान से अपने लाइव डिस्कशन प्रोग्राम राह हुदा के 4 एपिसोड्स पर मुश्तमिल सीरीज़ के साथ हम आपकी खिदमत में हाजिर हैं। आज का ये एपिसोड इस सीरीज़ का चौथा और आखिरी एपिसोड है। नाज़रीन, जैसा कि आप जानते हैं कि प्रोग्राम राह हुदा लाइव होने के साथ साथ एक इंटरेक्टिव प्रोग्राम भी है, यानी आप अपने सवालात के ज़रिया हमारे इस प्रोग्राम में शामिल हो सकते हैं। और हमारे इस प्रोग्राम में शामिल होने ഫാക്സ് മെസ്സേജ്, ഇമെയിലിലൂടെയും ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ നാം വെക്കുന്നതാണ്. അവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഈ സീരീസിൽ നാം ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുയുടെ ഗ്രന്ഥം അഹ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് നാം സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ചേരുന്നത്, ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട മൗലാന കരീമുദ്ദീൻ ഷാഹിദ് സാഹിബ്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബ്. നമ്മോടൊപ്പം ഈ ഒരു പരിപാടിയിൽ ഈ 2 പണ്ഡിതന്മാരാണ് ചേരുന്നത്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അഹ്മദി വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതാണ്, ഈ ജമാഅത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വിവരിച്ചിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും അത് വിശുദ്ധ ഖുർആന് എതിരായിട്ടുള്ള അതല്ല. അഹ്മദിയ വിശ്വാസത്തിൻ്റെ ഈ ഒരു പ്രത്യേകത അത് എല്ലാ സദ്വൃത്തരായ ജനങ്ങളുടെയും ഹൃദയത്തിൽ പ്രവാഹം ചെലുത്തുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, വിശുദ്ധ ഖുർആന് ശേഷം ഈ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം അത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയ്യീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായിട്ടുള്ള ജീവിതചര്യയുടെ മുകളിലാണ്. അതായത് ഹദീസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ സയ്യിദുനാ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം അള്ളാഹുമായി നിന്ന് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന് വഹി ലഭിച്ചിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എല്ലാ മാർഗത്തിലും എല്ലാ പടിയിലും അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിരുന്നു. ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട കരീമുദ്ദീൻ ഷാഹിദ് സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് 1891 അള്ളാഹു കശ്ഫ് മുഖാന്തരം അറിയിക്കുകയുണ്ടായി, ഒരു സദ്വാർത്ത നൽകുകയുണ്ടായി. ലണ്ടനിലും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും അവിടുത്തെ തബ്ലീഗ് എത്തുന്നതായിട്ട് അള്ളാഹു സദ്വാർത്ത നൽകുകയുണ്ടായി. ഈ ഒരു പ്രവചനം എങ്ങനെയാണ് പൂർത്തിയായത്? കാര്യം ഇതാണ്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ മുഖാന്തരം അള്ളാഹു ഈ ലോകത്ത് ഈ കാര്യത്തെ വെളിപ്പെടുത്താനാണ് ആഗ്രഹിച്ചത്. അള്ളാഹുവിൻ്റെ ആ ഒരു ഇൽഹാമും അള്ളാഹുവിൻ്റെ സംസാരവും അത് പണ്ടത്തെ ഒരു കാര്യമല്ല.
അത് ഈ കാലഘട്ടത്തിലും സാധ്യവുമാണ്. അതെല്ലാം അവസാനിച്ചിരുന്നു എന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷെ ഹുസൂർ വന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള അടയാളം കാണിക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ സിഫത്ത് എന്നുള്ളത്, ആ സിഫത്തുകൾ ഒരു സിഫത്തും അത് അവസാനിക്കുകയില്ല, ഉപയോഗശൂന്യമാവുകയില്ല. അള്ളാഹു ഒരിക്കലും തന്നെ അള്ളാഹു മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ മഴ പെയ്ച്ചിരുന്നു, ഇപ്പം മഴ പെയ്ച്ചിരുന്നില്ല എന്നുള്ള കാര്യമില്ല. എല്ലാ കാര്യങ്ങളും മുൻകഴിഞ്ഞ കാലത്തിൽ നടന്നതുപോലെ തന്നെ ഈ കാലത്ത് നടക്കുന്നു. അതിൽ നിന്ന് മെച്ചം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് കൂടുതലായിട്ട് ആത്മീയപരമായിട്ടുള്ള കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും നിഅമതും വറളിതു ലക്കും ഇസ്ലാമ ദീന. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു ആയത്താണ്. ഒരു മതത്തിൻ്റെ മേലും ഇങ്ങനെയൊരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതായത് ഭൗതികപരമായിട്ടുള്ള പുരോഗമനത്തോടൊപ്പം തന്നെ ആത്മീയ പുരോഗമനത്തിനുള്ള കവാടം അള്ളാഹു തുറന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഒന്നും തന്നെ ഉപയോഗശൂന്യമല്ല. അള്ളാഹു മുൻകഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചിരുന്നു, ഇപ്പോൾ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുസൂർ പറയുകയുണ്ടായി, ഇപ്പോഴും അള്ളാഹു സംസാരിക്കുന്നു. അള്ളാഹു മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹു സംസാരിച്ചിരുന്നു, അള്ളാഹു അവരുടെ ദുആകൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അള്ളാഹു ഈ ഒരു വാതിലുകൾ അത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുകയുണ്ടായി, അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് ലഭിക്കുക. അള്ളാഹു സീറത്തെ സിദ്ദീഖിയുടെ ആ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അതെന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നതിന് ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതാണ്. അത് അള്ളാഹു ഒരിക്കലും തന്നെ സംസാര ശക്തി ഇല്ലാത്തൊരു ദൈവമല്ല, പക്ഷെ അവൻ ജീവനുള്ളൊരു ദൈവമാണ്. ജീവനുള്ള ദൈവം എങ്ങനെയാണ്? അവൻ അവൻ്റെ ദാസന്മാരോട് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ അദൃശ്യ കാര്യങ്ങൾ അവരുടെ മുകളിൽ വെളിപ്പെടുത്തുന്നു. പല കാലഘട്ടങ്ങളിലായിട്ട് പല രീതിയിലായിട്ട് അള്ളാഹു പല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ പ്രതാപങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും വെളിപ്പെടുത്തി, ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ കർമ്മമാണ്. ഇത് മനുഷ്യൻ്റെ കയ്യിൽ ഒരു ശക്തിയുമില്ല. ജനങ്ങൾ ധരിക്കുന്നു കുറച്ച് പ്രാവശ്യം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇൽഹാം ലഭിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലഭിക്കുമെന്ന് അവർ ധരിക്കുന്നു. പക്ഷെ ഇത് അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമുള്ളതാണ്. അള്ളാഹു ഇച്ഛിക്കുന്നവർക്കാണ് നൽകുക. വലാ യുദ്ഹിറു അലാ ഐബിഹി ഇല്ലാ മൻ ഇർതദാ മിനർ റസൂൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു അവൻ്റെ ആ ഒരു സൂക്ഷ്മമായ ജ്ഞാനങ്ങൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് വേണ്ടി മാത്രമാണ് തുറന്നു കൊടുക്കുക. മുസ്ലിങ്ങൾ ഈ കാര്യത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അള്ളാഹു സംസാരിച്ചിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അള്ളാഹു വഹി ചെയ്യാറില്ല, സംസാരിക്കാറില്ല എന്ന് പറയുന്നു. ഈ വിശ്വാസത്തെ ജനങ്ങളെ ധരിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് എന്നുള്ളത്. വഹി അവസാനിച്ചു എന്നുള്ള കാര്യം, അള്ളാഹു ഇനി സംസാരിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഔലിയാക്കൾ കുറേ നമുക്ക് അറിയാം. മുഹമ്മദിൽ വന്നിട്ടുള്ള ഔലിയാക്കൾ, അവരുടെ മുകളിൽ അള്ളാഹു അവൻ്റെ അദൃശ്യമായ ജ്ഞാനങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുകയുണ്ടായി, ഇൽഹാം ചെയ്യുകയുണ്ടായി. ഇത് വെറും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതിന് കാരണമായി കൊണ്ടാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ ഇമാം മഹദി ആണെന്ന് വാദിച്ച മസീഹ് മൗഊദ് ഇസ്ലാം പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് അള്ളാഹു മുന്നേ സംസാരിച്ചിരുന്നു, ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന്. ഇപ്പോഴും അള്ളാഹു ആഗ്രഹിക്കുന്നവർ അള്ളാഹു സംസാരിക്കുന്നുവെന്ന്. അള്ളാഹുവിൻ്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുകയും അദ്ദേഹത്തുമായിട്ട് അനുരക്തി വെക്കുകയും ചെയ്യുക എന്നുള്ള ഒരു മാർഗമാണ്.
അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ നബി തിരുമേനി അള്ളാഹുവിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇത് ഒരു കുഫറാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, ഞാനാണ് ഏറ്റവും വലിയ കാഫിർ എന്ന്. എന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാഫിർ എന്ന് പറയുക എന്ന് പറയുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ ഈ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് ഇസാലെ അഹാം എന്നുള്ള ഗ്രന്ഥം ഹുസൂറിൻ്റെ ഒരു വലിയൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പല കാര്യങ്ങൾ ഹുസൂർ പറഞ്ഞതിൽ ഈ കാര്യവുമുണ്ട്. അവിടുന്ന് തൻ്റെ ഒരു കശ്ഫ് വെളിപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഹുസൂറിൻ്റെ ആ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ പറയുന്നു, പാശ്ചാത്യ കിഴക്ക് നിന്നും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നതാണ്. അതായത് കിഴക്ക് നിന്ന് യഥാർത്ഥ രീതിയിൽ, പടിഞ്ഞാറ് നിന്ന് യഥാർത്ഥ രീതിയിൽ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഭൗതിക നിയമങ്ങൾ അത് കീഴ്മേൽ മറിയുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: പാശ്ചാത്യ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സൂര്യനെ അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറേ കാലങ്ങളായിട്ട് അന്ധകാരത്തിൽ കിടക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, ആ ജനങ്ങൾക്ക് ഇസ്ലാമിൽ നിന്ന് അവർക്ക് ഭാഗം ലഭിക്കുന്നതാണ്. ഹുസൂറിന്റെ കശ്ഫ് പറയുന്നു, ഞാൻ കാണുകയുണ്ടായി, ഞാൻ ലണ്ടനിൽ ഒരു മിമ്പറിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ ഒരു വലിയ പ്രസംഗം നൽകുകയാണ്, ഇസ്ലാമിൻ്റെ ആ ഒരു പ്രതാപത്തെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ കുറേ പക്ഷികളെ പിടിക്കുകയുണ്ടായി. അവർ വെള്ള കളറിലുള്ള പക്ഷികളായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ താബീർ ഇത് ചെയ്യുകയുണ്ടായി. ഇത് ഞാനല്ല, പക്ഷെ എൻ്റെ ഗ്രന്ഥങ്ങളാണ്. എൻ്റെ ഗ്രന്ഥങ്ങൾ അവരിൽ എത്തുകയും അങ്ങനെ വലിയ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണെന്ന്. അള്ളാഹു തീർച്ചയായിട്ടും ദീനിൻ്റെ ഒരു വലിയ ഭാഗം അവർക്ക് നൽകുന്നതാണ്. അള്ളാഹു ആത്മീയപരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ഏഷ്യ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൗതിക അള്ളാഹുവിൻ്റെ ഇനാമാത്തുകൾ പാശ്ചാത്യ ഭാഗത്ത് നമുക്ക് കാണുന്നു. പക്ഷേ അള്ളാഹു തീർച്ചയായിട്ടും അവർക്കും ആത്മീയപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഹുസൂർ ഈയൊരു വാക്കുകളിലാണ് തൻ്റെ ഈ ഒരു കശ്ഫ് വിവരിച്ചത്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ത്യയിലും ഇംഗ്ലീഷ് ഭരണമാണ് ഉണ്ടായിരുന്നത്. ഹദരത്ത് മസീഹെ മൗദ് ഇംഗ്ലീഷുകാരാണ് അദ്ദേഹത്തെ നിയോഗിച്ചതെന്ന് ആൾക്കാർ പറയുന്നു, ആക്ഷേപം ഉയർത്തുന്നു. പക്ഷേ കാര്യം ഇതാണ്, അള്ളാഹു ഇംഗ്ലീഷുകാരുടെ ഹൃദയത്തിലും അള്ളാഹു സത്യത്തിൻ്റെ ആ ഒരു വിത്തുകളിട്ടിരിക്കുന്നു. ഈ ഒരു കശ്ഫിൻ്റെ അർത്ഥം ഇതാണ്: ആ കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമിൻ്റെ മുകളിൽ പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ആര്യ സമാജക്കാരും ഹിന്ദുക്കളും എല്ലാം ഇസ്ലാമിനുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇസ്ലാമിനെ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു, ഉന്മൂലനം ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് വരികയും ഇസ്ലാമിൻ്റെ ആ ഒരു പ്രതാപത്തെയും അതിൻ്റെ ആ ഒരു സൗന്ദര്യത്തെയും വെളിവാക്കുകയുണ്ടായി. ഹുസൂറി ഈ ഒരു കശ്ഫിൽ താൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതിൽ ഈ ഒരു കാര്യത്തിലേക്കാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആ ഒരു സന്ദേശം അത് വെറും ഇന്ത്യയിലോ ഏഷ്യയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, പക്ഷേ അത് പാശ്ചാത്യ സമൂഹങ്ങളിലും അത് പടരുന്നതാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാം സ്വന്തം ഹുസൂറിന് പോകാൻ സാധ്യമായില്ല. പക്ഷേ 1924 വെംബ്ലെ കോൺഫറൻസ് നടന്നപ്പോൾ, അവിടെ സർവമത കോൺഫറൻസ് നടന്നപ്പോൾ പ്രത്യേകമായിട്ട് എല്ലാ മത നേതാക്കളെയും അവിടെ ക്ഷണിക്കുകയുണ്ടായി.
അതിൽ നിന്ന് ഹസ്രത്ത് ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ക്ഷണിക്കുകയുണ്ടായി. ഇത് ഇസ്ലാം പറയുകയുണ്ടായി, ഞാൻ പ്രസംഗിക്കുന്നു എന്നാണ് ഹുസൂർ പറഞ്ഞത്. അപ്പോൾ ഹുസൂറിന് അതിൻ്റെ അർത്ഥം ഒരു ഉമ്മത്തുമായിരിക്കാം, അതുപോലെ തന്നെ തൻ്റെ ഖലീഫയുമായിരിക്കാം. നാം കാണുക അത് പൂർത്തിയായത് അങ്ങനെയാണ്. വെറും ഹുസൂറിൻ്റെ ഖലീഫ മാത്രമല്ല, പക്ഷെ ഹുസൂറിൻ്റെ സ്വന്തം പുത്രനാണ് അവിടെ പോയിക്കൊണ്ട് ആ ഒരു പ്രസംഗം ഹുസൂറിൻ്റെ വായിച്ചു കേൾപ്പിച്ചത്. അതായത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു കശ്ഫ് പൂർത്തിയായത് തൻ്റെ പുത്രനിലൂടെയാണ്. ഈ പ്രസംഗം കേട്ടിട്ടുള്ള ആൾക്കാർ അവർ ഈ കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു അധ്യാപനങ്ങൾ അത് ഇന്ന് താങ്കളുടെ ആ ഒരു പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ അള്ളാഹു ഈ ഒരു പ്രവചനം അത് പൂർത്തിയാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 34 വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഒരു പ്രവചനം ചെയ്യപ്പെട്ടത്. അത് 34 വർഷങ്ങൾക്ക് ശേഷം വളരെ പ്രതാപൂരിതമായി കൊണ്ട് അള്ളാഹു അത് പൂർത്തിയാക്കുകയുണ്ടായി, ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മുഖാന്തരം. അങ്ങനെ ഹുസൂർ 15 ദിവസത്തിനുള്ളിലായ പ്രസംഗം അത് തയ്യാറാക്കുകയും അത് ചൗധരി സഫറുല്ല ഖാൻ സാഹിബ് അത് വായിച്ച് ഇംഗ്ലീഷിൽ കേൾപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഉൾച്ചുരുക്കമാണ് അവിടെ വായിച്ച് കേൾപ്പിച്ചത്. ആ ഒരു ഉൾച്ചുരുക്കത്തിൽ തന്നെ എത്രത്തോളം പ്രഭാവം ഉണ്ടായെന്നാൽ ജനങ്ങൾ പറയുകയുണ്ടായി, ഇസ്ലാമിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള അധ്യാപനം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്നുള്ളത്. ഇത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു കശ്ഫാണ്. അത് വളരെയധികം പ്രതാപത്തോടു കൂടി അത് പൂർത്തിയാവുകയുണ്ടായി. ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖാന്തരം അത് പൂർത്തിയാക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇസ്ലാം അഹമ്മദിയത്തിൻ്റെ ആ ഒരു വൃക്ഷം അവിടെ നടുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചെറിയൊരു പള്ളിയായിരുന്നു ആദ്യം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പല പള്ളികളും വലിയ വലിയ പള്ളികളും അവിടെ ഉണ്ട്. ഒരു വലിയൊരു മൊഹല്ല അവിടെ ഉണ്ട് ജമാഅത്തിൻ്റെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാം യൂറോപ്യൻ ജനങ്ങളുടെ ഇടയിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ ഈ വെളുത്ത നിറമുള്ള പക്ഷികളെന്ന് ഹുസൂർ പറഞ്ഞ ജനങ്ങൾ അത് ഇവർ തന്നെയാണ്. അവർക്ക് അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുകയുണ്ടായി. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കാൻ അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകി. അങ്ങനെ അള്ളാഹു ഈ ഒരു പ്രവചനത്തിനെ വളരെ പ്രതാപപൂരിതമായി കൊണ്ട് പൂർത്തിയാക്കുകയുണ്ടായി. ഏതെല്ലാ രാജ്യങ്ങളിലാണോ ഇസ്ലാം അഹമ്മദിയത്ത് എത്തിയിട്ടുള്ളത് അതെല്ലാം ഈ ഹുസൂറിൻ്റെ ഈ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അള്ളാഹു പറയുകയുണ്ടായി, ഞാൻ നിന്റെ സന്ദേശം ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുന്നതാണ്. നാം ഹുസൂർ പറയുന്ന പ്രസംഗങ്ങൾ നാം TV-യിലും കാണുന്നുണ്ട്. ഇതെന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്. ഞാൻ നിന്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുന്നതാണ്. എവിടെ പോയാലും, ഇംഗ്ലണ്ടിൽ പോയാലും, ലോകത്തിൻ്റെ ജർമ്മനിയിൽ പോയാലും, ലോകത്തിൻ്റെ ഏത് കോണുകളിൽ പോയാലും അവിടെ അഹമ്മദിയുണ്ട്. ആഫ്രിക്കയിൽ പോയാലും, ആഫ്രിക്കേൻ്റെ ഏറ്റവും കോണിൽ, ലോകത്തിൻ്റെ ഏറ്റവും കോണിൽ അവിടെ പോയാലും ഇസ്ലാം അഹമ്മദികൾ നാം കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ എതിരാളികൾ ഇത് പറയുന്നു, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഖാദിയാനികളുണ്ട് എന്നുള്ളത്. ജസാക്കുമുല്ലാഹു ഹസൻ ജസാ. മാന്യപ്രേക്ഷകർ, ഒരു സുഹൃത്തിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്, ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ജഫർ മഹമ്മൂദ് സാബ് ചോദിക്കുന്നു, രാഹുദയുടെ ഫുൾ ടീമിനും എൻ്റെ ഭാഗത്തു നിന്നും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ചോദ്യം ഇതാണ്: ചിലർ കരുതുന്നത് സൂര്യചന്ദ്രഗ്രഹണം ദാരുൽ ഖുത്നിയിൽ വന്ന സൂര്യചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് അത് സമയാസമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ, അതിലെന്താണ് ദൃഷ്ടാന്തമുള്ളത്? ആർക്കും അങ്ങനെ ഒരു വാദം ഉന്നയിക്കാലോ, ഏത് എനിക്ക് വേണ്ടിയാണെന്ന്. മാത്രമല്ല ആ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? കരീമുദ്ദീൻ സാബ് ഷാഹിദിനോട് ഈ ചോദ്യത്തിനുള്ള മറുപടിക്ക് അപേക്ഷിക്കുകയാണ്.
ആദ്യം നന്നായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. ഇമാം മുഹമ്മദ് ബാക്കിർ സാഹിബിന്റെ റിവായത്താണിത്, നിവേദനമാണിത്. ഹസരത്ത് അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തിന്റെ രീതിയാണിത്. അവരൊന്നും മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ വിവരിക്കാറുണ്ടായിരുന്നു. അവർ തക്കിയ, അതായത് മറച്ച നിലയിൽ സംസാരിക്കുമാറുണ്ടായിരുന്നു. ദാൽ കുത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് ഇന്ന അലി മഹദീന ആയത്തൈൻ, അതായത് നമ്മുടെ മഹദിക്ക് 2 ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം ഇതുവരെ ആർക്കും വേണ്ടി അതുണ്ടായിട്ടില്ല. യൻകശിഫു കമറു അവലി ലൈലത്തിൽ റമദാൻ, റമദാന്റെ മാസത്തില് ചന്ദ്രഗ്രഹണത്തിന് ഉള്ള ദിവസങ്ങളിലുള്ള ആദ്യത്തെ ദിവസത്തിലെ രാത്രി ചന്ദ്രഗ്രഹണം. അതുപോലെ തന്നെ തൻകസിഫു ഷംസു മിന്നിഫ്സ് മിൻഹു, അതുപോലെ സൂര്യഗ്രഹണത്തിന്റെ ദിവസങ്ങളിലെ മധ്യ ദിവസത്തിൽ രാത്രി ഗ്രഹണം സംഭവിക്കും. ചോദ്യം ഇവിടെ ഉദിക്കുന്നത്, ഈ ഹദീസ് കൃത്യസമയത്ത് അത് പൂർത്തിയായി, അതിനെയാണ് ഇപ്പോൾ ദുർബലമാണെന്ന് പറയുന്നത്. അത് മസീഹ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം അംഗീകരിക്കാതിരിക്കാനുള്ള മുടന്ത ന്യായമാണിത്. ആ കാലഘട്ടത്തിൽ മൗലവിമാർ പറയുന്നത്, നോക്കൂ, മിർസ സാഹിബിന്റെ മന്ത്രം ഇന്ദ്രജാലം നടന്നു, മിർസ സാഹിബിന്റെ മാജിക് നടന്നു എന്ന് സൂര്യചന്ദ്രഗ്രഹണം നടന്നപ്പോൾ മൗലവിമാർ അലമുറ കൊടുക്കുകയുണ്ടായി. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം ആർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം സൃഷ്ടിക്കപ്പെട്ടില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് ദൃഷ്ടാന്തം വെളിപ്പെട്ടു. ഈ ഹദീസ് എങ്ങനെ സഈഫാവും, എങ്ങനെ ദുർബലമാവും? ലൈഫായിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത് തലയും വാലും ഇല്ലാത്ത ഹദീസാണ്. എന്നാൽ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി പുലർന്നതാണ്, ഈ കാലഘട്ടത്തിൽ പുലർന്നതാണ്. ഏറ്റവും വലിയ കാര്യം ഇതാണ്, ഇന്നലി മഹദീന ആയത്തേൻ, നമ്മുടെ മെഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ശരിയാണത്, പ്രകൃതി നിയമമാണ്. ചിലപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്നു, ചിലപ്പോൾ ചന്ദ്രഗ്രഹണം നടക്കുന്നു, അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. എന്നാൽ പ്രത്യേക തീയതികളിൽ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം നടക്കും എന്ന് മറ്റാർക്കും വേണ്ടി ഒരു ദൃഷ്ടാന്തമായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ആരും അങ്ങനെ ഒരു വാദവും ഉന്നയിച്ചിട്ടില്ല. ഒരു മഹദിയും ഒരു നബിയും വാദം ഉന്നയിച്ചിട്ടില്ല. ഹദ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് സാബ് ഖാദിയാനിയെ കൂടാതെ ആരും തന്നെ ഒരിക്കലും വാദം ഉന്നയിച്ചിട്ടില്ല ഈ ദൃഷ്ടാന്തം എനിക്ക് വേണ്ടി വെളിപ്പെട്ടതാണ് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം, സുപ്രധാന കാര്യം, വാദിക്കുന്ന ഒരാളുണ്ടാകണം, വാദത്തിന്റെ ദൃഷ്ടാന്തം അടയാളങ്ങൾ പൂർത്തിയാകണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വാദമുന്നയിച്ചവരെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു ഉദാഹരണം സമർപ്പിക്കുക. അങ്ങനെ ആരും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഉദാഹരണം ലഭിക്കുകയില്ല, ചരിത്രത്തിൽ ലഭിക്കുകയില്ല. ചിലരെ കുറിച്ച് പറയുന്നു അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ അങ്ങനെ വാദിച്ചിട്ടേ ഇല്ല, അവരുടെ വാദം ഉന്നയിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തം ഇവിടെ തെളിഞ്ഞു. ആ ദൃഷ്ടാന്തം വെളിപ്പെട്ടതും അതുപോലെ കൃത്യമായ തീയതികളിൽ വെളിപ്പെട്ടതും, അതുപോലെ തന്നെ ആ സമയത്ത് വാദം ഉന്നയിക്കുന്ന വ്യക്തി ഉണ്ടാകുകയും, അതുപോലെ തന്നെ ആ വാദം ഉന്നയിക്കുന്ന വ്യക്തി തൻ്റെ സത്യസാക്ഷ്യം എന്നോണം ഈ ദൃഷ്ടാന്തത്തെ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ഒരുമിച്ച് വരുന്നത്, ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. ഇത് പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമം ആരുടെയും കൈകളിലല്ല ഉള്ളത്. ആർക്കും അതിനെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും പറ്റില്ല. ചന്ദ്രഗ്രഹണത്തിന്റെ ദിവസങ്ങളിൽ ആദ്യ ദിവസം നടക്കുക, സൂര്യഗ്രഹണങ്ങളുടെ ദിവസങ്ങളിൽ 2ാമത്തെ ദിവസം തന്നെ നടക്കുക. ഇത് കൃത്യമായി ഒരു പ്രത്യേകമായ നിലയിൽ നടന്നതാണ്. അത് കൃത്യസമയത്താണ്. ആ സമയത്ത് മഹദിയായി വാദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ പൂർത്തിയായി. ഇതിന് വെറും വിദ്വേഷം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ മഹദിയെ അംഗീകരിക്കേണ്ടി വരും എന്ന ഭയത്താൽ ഇങ്ങനെ പറയുന്നത്, എങ്ങനെ പൂർത്തിയായ ഒരു പ്രവചനത്തെ നിങ്ങൾ ദുർബലമെന്ന് പറയും? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ ആർക്കും ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം വെളിപ്പെട്ടില്ല എന്ന് പ്രകടമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലി ഇസ്ലാം കൂടാതെ ഒരു മഹദിവാദിയും ഇങ്ങനെ ഈ ദൃഷ്ടാന്തത്തിന് വേണ്ടി വാദിച്ചിട്ടുമില്ല, അത് സംഭവിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ അത് സ്ഥാപിതമായ സത്യമാണ്. ഇത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവചനമാണ്. ഇമാം ബാക്കിർ സാഹിബ് വിവരിച്ചതാണിത്. ആ ഹദീസിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് തന്നെ തെളിയിക്കുന്നത് ആ ഹദീസ് സത്യപൂർണമാണ് എന്നാണ്. ഇത് കൃത്രിമമാണ്, പടച്ചുണ്ടാക്കിയതാണ് എന്ന് ജനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അത് ദുർബല ഹദീസാണെന്ന് പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ.
എന്നാൽ ഒരിക്കലും തന്നെ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെട്ടു വന്നതിൽ ആരും നിഷേധിക്കാൻ സാധിക്കില്ല. അത് വളരെ പ്രതാപപൂർണമായ നിലയിൽ മഹദിയുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. ജസാക്കുമുള്ള. മറ്റൊരു ചോദ്യമുണ്ട്, ടെക്സ്റ്റ് മെസ്സേജാണ് കിട്ടിയത്. ആ ചോദ്യം ഇവിടെ അവതരിപ്പിക്കാം. ആരിഫ് സമാൻ സാബ് ബംഗ്ലാദേശിൽ നിന്ന് ചോദിക്കുന്നു, 1982 പുസ്തകം ഇസാലഹാം, 1882 ഇസാലഹാം എന്ന ഗ്രന്ഥം ഹദ്റത്ത് മസീഹ് ഇസ്ലാം പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിന്റെ പ്രതാപത്തെ കുറിച്ചുള്ള ആ പ്രവചനം എങ്ങനെ പൂർത്തിയായത്? മൗലാന സൈനുദ്ദീൻ സാഹിബിനോട് അപേക്ഷിക്കാണ്. ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കിയ നിലയിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? നിങ്ങൾ പറഞ്ഞതുപോലെ കരീമുദ്ദീൻ സാഹിബ് ഷായദ് ഈ ചോദ്യത്തിന്റെ വിശദമായ മറുപടി അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്, നിങ്ങൾ കേട്ടതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഏതൊരു ഗ്രന്ഥം മുഖേനയാണ് തബ്ലീഗിന് തുടക്കം കുറിച്ചത്? ഫതഹ് ഇസ്ലാം എന്ന ഗ്രന്ഥമാണ്. അത് 5 അടിസ്ഥാന ശാഖകളെ കുറിച്ച് അതിൽ മസീഹ് ഇസ്ലാം പറയുന്നുണ്ട്. ജമാഅത്തിന്റെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ, തബ്ലീഗിൻ്റെതായിക്കോട്ടെ, പ്രചരണത്തിനായിക്കോട്ടെ, ഖിദ്മത്തെ ഖൽക്ക്, സൃഷ്ടി സേവനത്തെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം തുടക്കം എന്ന് പറയും ഈ 5 അടിസ്ഥാന ശാഖകൾ മുഖേനയാണ്. വിവിധ നസാറത്തുകൾ, വിവിധ വിഭാഗങ്ങൾ, വിവിധ ഓഫീസുകൾ, ഇതൊക്കെ തന്നെ മസീഹ് ഇസ്ലാമിന്റെ ഈ ശാഖകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അതിലൊരു ശാഖ എന്ന് പറയുന്നത് ഗ്രന്ഥരചനയുടേതാണ്, അതുപോലെ തന്നെ പ്രചരണത്തിനാണ്. മസീഹ് ഇസ്ലാമിന്റെ പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിഥി സൽക്കാരത്തിന്റെ വിഭാഗം അതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ 5 മുഖ്യമായിട്ടുള്ള അടിസ്ഥാനമായ ശാഖകളെ കുറിച്ചാണ് മസീഹ് ഇസ്ലാം അതിൽ പറഞ്ഞത്. ഈ എല്ലാ ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ 5 അടിസ്ഥാന ശാഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നത്. മൗലസ ഇവിടെ വ്യക്തമായി പറഞ്ഞത് അതിനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഹസൻ ജസാ. അടുത്ത ചോദ്യം മൗലാന സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് സാബ് ഖലീഫ സാനി റളിയല്ലാഹു അൻഹു തന്റെ ഈ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടാവ് എന്ന സിഫത്തിനെ കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. നമുക്കറിയാം, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത് അവന്റെ സിഫത്തുകൾ മുഖേനയാണ്. അത് മുഖേന ഒന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ, സവിശേഷ ഗുണങ്ങളെ കുറിച്ച് പര്യാലോചന നടത്തുമ്പോൾ, അതിന്റെ വിവിധ പ്രകടനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ പരിജ്ഞാനം മനുഷ്യന് ലഭ്യമാകുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ വിവിധ സിഫത്തുകളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിവിധ സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അള്ളാഹു അലീമാണ്, സർവജ്ഞനാണ് എന്ന സിഫത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷമുള്ള രണ്ടാമത്തെ സിഫത്ത് ഖാലിഖ്, സ്രഷ്ടാവാണ് എന്ന സിഫത്തിനെ കുറിച്ചാണ്. അള്ളാഹു സ്രഷ്ടാവാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പല ആയത്തുകളിൽ അള്ളാഹു തന്നെ കുറിച്ച് ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ രീതിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികർത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു സ്രഷ്ടാവാണെന്ന നിലയിൽ. ഉദാഹരണത്തിന് ഒരായത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, അബലൈസലസി ഖലഖ സമാവാതി വൽ അർദ് ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹു. ഒരു മഹത്തായ അസ്തിത്വം, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, അവന് ഇതിന് കഴിവില്ലേ? അവന് എല്ലാം പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള കഴിവില്ലേ? ബലാഹുവ ഖല്ലാഖുൻ മുബീൻ, ഖല്ലാഖുൽ അലീമാണ്. അവൻ നല്ലവണ്ണം സൃഷ്ടി. ഫൈദ അറാദ ഷൈഅൻ ഫയകുൻ ലഹു കുൻ ഫയകുൻ. ഏതിനെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കുൻ എന്ന് പറയുന്നു, സംഭവിക്കുക എന്ന് പറയുന്നു, അതങ്ങനെ സംഭവിച്ചു മാറാകുന്നു. മറ്റൊരു അള്ളാഹിന്റെ സിഫത്തുകൾ, റബ്ബ്, പടച്ചവൻ, അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പറഞ്ഞു അത് ഘട്ടം ഘട്ടമായാണ് അള്ളാഹുവിന്റെ പരിപാലനം. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും ഘട്ടം ഘട്ടമായിട്ടാണ് പ്രകടമാകുക. അള്ളാഹു ഖാലിഖാണ്, സ്രഷ്ടാവാണ്. അത് പല ഘട്ടങ്ങളിലായാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. വിവിധ സൃഷ്ടികർത്തത്തിന്റെ ഘട്ടങ്ങൾ തരണം ചെയ്താണ് അത് പരിസമാപ്തിയിലെത്തുന്നത്. അള്ളാഹുവിന്റെ ഖാലിഖ്, ഇതിനെക്കുറിച്ച് സമാനമായ മറ്റ് സിഫത്തുകളുമുണ്ട്. ബാരി എന്ന ഒരു സിഫത്തുണ്ട് അള്ളാഹിന്. ബദി ഒസമാവത്ത്
അതായത് ബദി എന്ന സിഫത്ത് വന്നിട്ട്, ഫാത്തിർ എന്ന സിഫത്തിന്റെ പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഖാലിക്കിനോട് സമാന അർത്ഥങ്ങളുള്ള പല അറബി വാക്കുകളും സിഫത്തുകളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും അള്ളാഹുവിനെ കുറിച്ച്, ഖാലിക്കിനെ കുറിച്ചുള്ള വിശദീകരണം ലഭിക്കും. അതിനെക്കുറിച്ച് ചോദ്യമുള്ളത്, ലോകത്ത് പ്രപഞ്ചത്ത് ഒരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തിന്റെ തേജോവിലാസം പ്രകടമാകാത്ത ഒരു കണിക പോലും പ്രപഞ്ചത്തിലില്ല. അതിനുള്ള ഒരു തെളിവിന്റെ ഒരു പഞ്ഞവുമില്ല. പ്രപഞ്ചത്തിൽ നിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ, പര്യാലോചന നടത്തുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിചിന്തനം നടത്തുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ സിഫത്ത് പ്രകടമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഖാലിഖ് എന്നതിന്റെ അർത്ഥം മറ്റൊരു മുൻമാതൃകയില്ലാതെ അവൻ സൃഷ്ടിക്കുന്നതാണ്. ബദിയു സമാവാത്ത് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന് മുൻമാതൃകകളുടെ ആവശ്യമില്ല, അവൻ സൃഷ്ടാവാണ്. അവന് ഒരു മാതൃകയുടെ ആവശ്യമില്ല. അവന് ഏതെങ്കിലും കണികയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സത്യയുടെ ആവശ്യമില്ല സൃഷ്ടികർത്തം തുടങ്ങാൻ. അവൻ ആദ്യകാരണവും മൂലകാരണവും അവസാന കാരണവും അവൻ തന്നെയാണ്. എല്ലാ എല്ലാ വസ്തുക്കളുടെയും അവസാനം അവനിലേക്ക് തന്നെയാണ് മടങ്ങിയെത്തുന്നതും. അള്ളാഹുവിന്റെ ഖാലിഖിത്ത് എന്ന സിഫത്ത് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ തെളിവ്, അതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലോകത്ത് പല ഭാഗത്തും കാണാൻ സാധിക്കും. മനുഷ്യന് സ്വന്തം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ ഇവിടെ ഭൂമുഖത്ത് ജനിക്കുന്നു. വിവിധ തരത്തിലുള്ള പ്രപഞ്ച സൃഷ്ടിപ്പുകളുണ്ട്, അതുപോലെ തന്നെ സൗരയൂഥമുണ്ട്. ഇതൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും വസ്തു പരിമിതമാണെങ്കിൽ അതിനെ സൃഷ്ടിക്കുന്നവൻ, അതിനെ പരിമിതമാക്കുന്നവനാണെന്ന് ആരെന്നുള്ള ചോദ്യം വരും. എല്ലാ ലോകത്തുള്ള വസ്തുക്കൾക്കൊക്കെ പരിമിതമായ ആയുസ്സുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വസ്തുവിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയിക്കുന്നവൻ ആരാണ് എന്നൊരു ചോദ്യം ഉദിക്കുന്നു. അങ്ങനെ ഒരു നിശ്ചയിക്കുന്ന ഒരാളില്ലാതെ തരമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടാവ് എന്ന ഗുണത്തിന്റെ തെളിവ് ഇഷ്ടം പോലെ ഉണ്ട്. അനന്ത വിശാലമായി നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക മനുഷ്യന്റെ ഈമാനും ഈഖാനും വിശ്വാസത്തിൽ സുദൃഢീകരണം വരുത്തുന്ന വിധത്തിലുള്ള തെളിവുകൾ അവൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖലീഫ സാനി റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കേണ്ടായി. സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് 1-2 സംഭവങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കാം. അള്ളാഹു ഏത് രീതിയിലാണ് തൻ്റെ സ്രഷ്ടാവ് എന്ന ഗുണം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയുണ്ടായി. 2 തരത്തിലുണ്ട്. ഒന്ന്, ഖാലിഖ് എന്നതിൻ്റെ തെളിവ് നൽകുന്നത് ചില നല്ല നിലയിൽ, അതായത് തുറന്ന നിലയിൽ നടത്തുന്നു. മറ്റത് ചില സൃഷ്ടികളെ തടഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സ്രഷ്ടാവാണെന്നുള്ള തെളിയിക്കുന്നു. അതായത് സൃഷ്ടികർത്തൃത്വത്തിന്റെ പല ഘട്ടങ്ങളും അവൻ കാണിക്കുന്നു. അള്ളാഹു ആവശ്യാനുസരണം സൃഷ്ടികർത്തൃത്വം നടത്തുന്നു, അവൻ അത് തടയുകയും ചെയ്തു. ഇവിടെ ഒരു ഉദാഹരണം ഖലീഫത്തുൽ സിസാനി റളിയല്ലാഹു അൻഹു വിവരിച്ചത് ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തി, മുൻഷി അതാ മുഹമ്മദ് സാബ് എന്ന വ്യക്തി, അദ്ദേഹം കാസി നിയമത്തുള്ള സാബിന്റെ അനുഭാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അദ്ദേഹം ഒരുപാട് വാശി പിടിച്ച ഒരു സമയത്ത് മിർസ സാബിന്റെ സത്യസാക്ഷ്യത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ മിർസ സാബിന്റെ മസീഹ് ഇസ്ലാമിന് ഞാനൊരു കത്ത് എഴുതാം, അത് ഞാൻ പൂർത്തിയാകുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ആവശ്യം പൂർത്തിയാണെങ്കിൽ ഈ വ്യക്തി സത്യവാനാണെന്ന് ഞാൻ സമ്മതിക്കാമെന്ന് പറയണ്ടേ. എനിക്ക് 3 ഭാര്യമാരുണ്ട്, 12 വർഷമായി. എനിക്ക് ഭാര്യയ്ക്ക് കുട്ടിയില്ലാത്തപ്പോൾ 2ാമത് കല്യാണം കഴിച്ചു, പിന്നെ 3ാമത് കല്യാണം കഴിച്ചു. ഇതുവരെ കുട്ടികളൊന്നുമില്ല. ഹദ്റത്ത് മസീഹ് ഇസ്ലാം വാഗ്ദത്ത മസീഹാണെന്ന് വാദിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ വലിയാണ്, അതിൻ്റെ വാദമുള്ള വ്യക്തിയാണ്. എൻ്റെ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സത്യവാനായി ഗണിക്കുന്നതായിരിക്കും. മസീഹ് ഇസ്ലാമിൻ്റെ സമക്ഷത്തിൽ ഈ കത്ത് വന്നു. ഹുസൂർ വളരെ പ്രതാപപൂർണമായ നിലയിൽ മറുപടി നൽകി. അബ്ദുൽ കരീം സാബ് ചേൽക്കട്ടി റളിയല്ലാഹു അൻഹു മുഖേന അതിന്റെ മറുപടി ഇപ്രകാരം ചെയ്തു. അദ്ദേഹം വേറൊരു കണ്ടീഷൻ വെച്ചിരുന്നത്, നിബന്ധന വെച്ചിരുന്നത്, ആൺകുട്ടിയാകണം, അതുപോലെ തന്നെ നല്ല സുന്ദരനുമായിരിക്കണം.
അതുപോലെ മൂത്ത ഭാര്യയിൽ നിന്നാണ്. അതായത് 12 വർഷമായി കുട്ടിയില്ലാത്ത ആദ്യ ഭാര്യ എന്തായാലും കുട്ടികളില്ലാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് ആ കുട്ടി അതിൽ തന്നെ വേണമെന്ന് പറയുന്നു. മസീഹ് ഇസ്ലാമിന്റെ മറുപടി നോക്കുക, എത്ര വളരെ അത്ഭുതകരമാണ്. താങ്കൾ വീട്ടിൽ മകനുണ്ടാവും, സുന്ദരനായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാര്യയിൽ നിന്ന് തന്നെ ആ കുട്ടി ഉണ്ടാവും. അത്ഭുതകരം എന്ന് പറയട്ടെ, മസീഹ് ഇസ്ലാമിന്റെ ദൈവസമക്ഷത്തിലുള്ള ദുആ സ്വീകാര്യതയുടെ തെളിവ് കൂടിയായിരുന്നു അത്. 12 വർഷമായി കുട്ടികളൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ നിബന്ധനകൾ അനുസരിച്ച് തന്നെ കുട്ടി ജനിക്കേണ്ടത്. ഇത് മസീഹ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിന്റെ ഒരു വലിയ തെളിവായിരുന്നു. അത്ത മുഹമ്മദ് സാഹിബ് പറയുന്നു, അഹമ്മദിയത്ത് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. സീറത്തുൽ മഹദിയിൽ ഈ സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധുമിത്രാദികളും അഹമ്മദിയത്ത് സ്വീകരിക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം വിവരിക്കാം. അള്ളാഹുവിന്റെ സൃഷ്ടാവ് എന്ന നിലയിലുള്ള മറ്റൊരു പ്രകടഭാവമാണ് അത് തെളിയിക്കുന്നത്. സാഹിറി ലുധിയാനിവി, അദ്ദേഹം വളരെ മോശം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. മസീഹ് ഇസ്ലാമിന് എതിരെ കവിതകളും പദ്യങ്ങളും ഗദ്യങ്ങളും രചിക്കുന്ന വ്യക്തിയായിരുന്നു. അയാളൊരു ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ഷിഹാബ് സാക്കിബ് അഞ്ചാം മസീഹ് കാസിബ് എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. മസീഹ് ഇസ്ലാമിനെതിരെ ബദ്വ ശാപപ്രാർത്ഥന നടത്തിയിട്ടായി. മസീഹ് ഇസ്ലാമിന്റെ കുടുംബം വംശമറ്റു പോകും എന്ന് പറയുകയുണ്ടായി. മസീഹ് ഇസ്ലാമിന് ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ, ഇങ്ങനെ ഒരു പ്രവചനം അറിഞ്ഞപ്പോൾ മസീഹ് ഇസ്ലാം വളരെ ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇന്ന ഷാനിയൊക്കെ ഹു അൽ അബ്തർ, ഈ ശത്രു ഈ സാഹിൽ ലുധിയാനിയെ കുറിച്ച് പറഞ്ഞു, ഈ ശത്രു ആയിരിക്കും അബ്തർ, ഇവന്റെ വംശം അറ്റുപോകും എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ആ സമയത്ത് ഈ പ്രവചനം സത്യപൂർണ്ണമാകാതിരിക്കാൻ മസീഹ് ഇസ്ലാം പറഞ്ഞത്, ഈ പ്രവചനത്തിന് മുന്നിലുള്ള മകനാണ്. മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, അതായത് ആ ശത്രുവിന് ആദ്യം ഒരു മകനുണ്ടായിരുന്നു. അപ്പൊ മസീഹ് ഇസ്ലാം പറഞ്ഞു, അത് പ്രവചനത്തിന് മുമ്പുള്ളതാണ്, ഇനി ഇതിനുശേഷം ഒരു മകനും ഉണ്ടാകില്ല, ഒരു കുട്ടിയും ഉണ്ടാകുന്നില്ല. മൗലിമാർ എന്ത് ചെയ്തു? അയാളുടെ മകനെ വേഗം കല്യാണം കഴിപ്പിച്ചു, അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകാൻ. എന്നാൽ അവിടെയും കുട്ടികളുണ്ടായില്ല. വളരെ ദയനീയമായ മരണം അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. മസീഹ് ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി പ്രവചനം നടത്തിയ ആ വ്യക്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേഗ് പിടിപെട്ട് മരണപ്പെട്ടു. ഇവിടെ അള്ളാഹുവിന്റെ ഖാലിഖ് എന്ന സിഫത്തിന്റെ മറ്റൊരു പ്രകടഭാവമാണ് കാണുന്നത്. അതായത് ഖാലിഖ് എന്നത് സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിപ്പ് തടയുക എന്ന ഒരു രീതിയിലുമുള്ള അള്ളാഹുവിന്റെ പ്രകടമാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ ഖാലിഖ്യത്തിനെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ എഴുതിയത് മുസ്ലിം മൗദ് പറഞ്ഞത് ഒരു സംഭവം ഞാനിവിടെ ഒഴിവാക്കുകയാണ്. പറയുന്നു, അള്ളാഹുവിന്റെ ഖാലിഖ് എന്ന സിഫത്തിനെ കുറിച്ച് പറയുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നസീമ ദാവത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഇവിടെ വായിച്ചു കഴിയുന്നത്. അള്ളാഹുവിന്റെ ശക്തി പ്രഭാവത്തിൽ ഒരു സുന്നത്തുള്ളത്, അവൻ ആത്മീയവും ഭൗതികവുമായ ശക്തികൾ, ജീവികൾ, ജീവനെ സൃഷ്ടിക്കാൻ അവന് കഴിവുണ്ട്. അവന്റെ പ്രതാവും പ്രൗഢിയും എന്ന് പറയുന്നത് വെറുതെ സൃഷ്ടിപ്പ് നടത്തുക എന്ന് മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ജീവൻ സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചതിന് ശേഷം അവന് വിവിധ സർഗശേഷികൾ നൽകുന്നു, കാഴ്ച നൽകുന്നു. ഓരോ സിഫത്തുകൾ മനുഷ്യനെ സൃഷ്ടിച്ച് ജീവികളെ സൃഷ്ടിച്ചതിന് ശേഷം പലതരത്തിലുള്ള കഴിവുകളും അവന് നൽകുന്നത് അവന്റെ സൃഷ്ടികൃത്യത്തിൽപ്പെട്ടതാണ്. ചിലർക്ക് നൽകുന്നു, ചിലർക്ക് നൽകുന്നില്ല. ഇങ്ങനെ
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കഴിവുകളും പ്രകടമായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികർത്തൃത്വത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടേനെ, ആശങ്ക ഉളവാക്കപ്പെട്ടേനെ. അള്ളാഹു വിവിധ ജീവജാലങ്ങളിൽ വിവിധ തരത്തിലുള്ള സവിശേഷ ഗുണങ്ങളും ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ സംവിധാനവും, പ്രപഞ്ച സംവിധാനവും, എത്ര ജീവങ്ങളും ചരാചരങ്ങളും, അതിൻ്റെയൊക്കെ തന്നെ യഥാർത്ഥ സ്രഷ്ടാവ് അള്ളാഹു ഈ സൃഷ്ടികളെയൊക്കെ തന്നെ മുൻമാതൃകളില്ലാതെ സൃഷ്ടിച്ചാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ അതിൻ്റെ ഒരു മുൻമാതൃക വേണം. എന്നാൽ അള്ളാഹു ഖാദിറാണ്, മുദബ്ബിറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ ആസൂത്രണം ചെയ്യുന്നവനാണ്. അവൻ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ അസ്തിത്വങ്ങൾക്കും നിർജീവാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥ. പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോവാം. അടുത്ത ചോദ്യം കരീമുദ്ദീൻ ഷാഹിദ് സാഹിബിനോടാണ്. ഹസ്രത്ത് മുസ്ലിം അല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ അള്ളാഹുവിൻ്റെ സിഫത്തെ ഷാഫിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഹുസൂർ പറഞ്ഞത്? ജസാക്കുമുല്ലാ. അള്ളാഹുവിൻ്റെ വിവിധ തരത്തിലുള്ള സിഫത്തുകളാണ്, ഗുണനാമങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് ഷാഫി എന്നുള്ളതാണ്. അതായത് രോഗത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷ നൽകുന്നവൻ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖാന്തരം അള്ളാഹുവിൻ്റെ ആ ഒരു ഷാഫി എന്നുള്ള ആ ഒരു വെളിപാട് അത് ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ ഉദാഹരണം ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്ത് അഹമ്മദിയുടെ ഹുസൂറിൻ്റെ ആ ഒരു വാദം അത് പടരാൻ തുടങ്ങിയപ്പോൾ വരാനിരിക്കുന്ന ഇനി വരുന്ന തലമുറയുടെ പരിഷ്കരണത്തിന് വേണ്ടി ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഒരു ഹൈസ്കൂൾ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി ഹുസൂർ. അങ്ങനെ കുട്ടികളോട് വരികയും വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്യുമാറുണ്ടായിരുന്നു. ദീനി വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുമായിരുന്നു. ആ ഒരു വിദ്യാർത്ഥി ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. കർണാടക ജില്ലയിലാണ് ഈ സമയത്ത് യാദ്ഗീറിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കരീം എന്നായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പേയിളകിയ ഒരു പട്ടി കടിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ കസോളിലല്ലാതെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചികിത്സ ഉണ്ടായിരുന്നില്ല. ഈ പേപ്പട്ടി കടിച്ചാലുള്ള ചികിത്സ അവിടെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹുസൂർ തിരുമേനസ് ആ കുട്ടിയെ അവിടെ അയക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഷിഫ ലഭിക്കുകയും വരികയും ഉണ്ടായി. ഇഞ്ചക്ഷനൊക്കെ വെക്കുകയുണ്ടായി. ആ കുട്ടി തിരിച്ചു വരികയുണ്ടായി. പക്ഷേ അബ്ദുൽ കരീം എന്നുള്ള കുട്ടി, ആ കുട്ടിയുടെ മുകളിൽ വീണ്ടും അതിൻ്റെ ഒരു പ്രഭാവം കാണുകയുണ്ടായി, ആ ഒരു പേൻ്റെ പ്രഭാവം. ഇന്ന് വരെ ഏത് വ്യക്തിയുടെ മുകളിലാണോ അതിൻ്റെ അടയാളങ്ങൾ കാണപ്പെടുന്നത്, അതായത് ഒരു പ്ലേ ഇളകിയതിൻ്റെ അടയാളം കാണപ്പെടുന്നത്, അങ്ങനെ അതിന് ഒരു ചികിത്സയില്ല, ഒരു മരുന്നും ഒരു പ്രഭാവം ഉണ്ടാക്കുകയില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാം എൻ്റെ ഹൃദയത്തിൽ ഹുസൂർ ചിന്തിക്കുകയുണ്ടായി, ഹുസൂറിന് അനുഭവപ്പെടുകയുണ്ടായി. വളരെ ദൂരത്തു നിന്നാണ് കുട്ടി വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ പല വിധത്തിലുള്ള ഫിത്നകൾ ഇതിന് മുഖാന്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹുസൂറിന് അദ്ദേഹത്തെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വളരെയധികം അള്ളാഹു ആവേശമിട്ട് കൊടുക്കുകയുണ്ടായി. അങ്ങനെ കസോൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയുണ്ടായി എന്താണ് ചെയ്യുക എന്നുള്ളത്. അവിടെ അങ്ങോട്ട് ടെലഗ്രാം അയച്ചപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ ലഭിക്കുകയുണ്ടായി. ഡോക്ടർ അവിടെ നിന്ന് റിപ്ലൈ നൽകുകയുണ്ടായി, സോറി നത്തിങ് ക്യാൻ ബി ഡൺ ഫോർ അബ്ദുൽ കരീം എന്ന്. അതായത് ക്ഷമിക്കണം, ഒന്നും തന്നെ അബ്ദുൽ കരീമിന് വേണ്ടി ചെയ്യാൻ സാധ്യമല്ല. അതായത് മരണം അത് സുനിശ്ചിതമാണ് എന്നുള്ളത് ഹുസൂർ പറയുകയുണ്ടായി. വളരെയധികം കഠിനമായിട്ടുള്ള വേദന എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയുണ്ടായി. ഹുസൂർ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുകയുണ്ടായി. അള്ളാഹു എങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കിയെന്നാൽ ഹുസൂർ പറയുകയുണ്ടായി, ഹുസൂർ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുകയുണ്ടായി.
അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെല്ലെ മെല്ലെ അതിൻ്റെ എല്ലാ പ്രഭാവവും, ആ രോഗത്തിൻ്റെ എല്ലാ അടയാളങ്ങളും അത് ദൂരെ പോവുകയുണ്ടായി. അങ്ങനെ വെള്ളത്തിൽ നിന്നുള്ള വെള്ളത്തെ കണ്ടുകൊണ്ടുള്ള ഒരു പരിഭ്രമം എല്ലാം വിട്ടുപോവുകയുണ്ടായി. അത് ഈ ലോകത്തുള്ള എല്ലാ ചികിത്സാ രീതിയും, എല്ലാ ശാരീരിക ശാസ്ത്ര സംബന്ധമായിട്ടുള്ള എല്ലാ അറിവും എടുത്ത് നോക്കുക. ഒരിക്കലും ഇന്ന് വരെ ആ എല്ലാ അടയാളങ്ങളും കാണുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അതിനുള്ള ഇന്നും ഒരു ചികിത്സയില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി മരിക്കുന്നതാണ്. പക്ഷേ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്ത് ഷാഫി എന്നുള്ളത് എങ്ങനെ പ്രകടമായി എന്നാൽ, മരിക്കാനിരിക്കുന്ന ഒരു കുട്ടി ഹുസൂറിൻ്റെ ദുആ മുഖാന്തരം ആ ഒരു കുട്ടിക്ക് ഷിഫ അള്ളാഹു നൽകുകയുണ്ടായി. ഇന്ന് വരെ മെഡിക്കൽ സയൻസിന് വേണ്ടി ഇത് ഒരു ചലഞ്ചാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പെട്ടി കടിക്കുകയും അങ്ങനെ അതിൻ്റെ അടയാളങ്ങൾ പ്രകടമാവുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പിന്നെ അദ്ദേഹം രക്ഷപ്പെടുക എന്നുള്ളൊരു അടയാളം, ഒരു ഉദാഹരണം ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മുഖാന്തരം അള്ളാഹു അങ്ങനെയുള്ളൊരു അടയാളം കാണിക്കുകയുണ്ടായി. അള്ളാഹു ഷിഫ നൽകുകയുണ്ടായി. വെറും ഷിഫ നൽകുക മാത്രമല്ല, അള്ളാഹു അദ്ദേഹത്തിന് മക്കളും നൽകി. ഇപ്പോൾ ഇവിടെ ഖാദിയാനിലും അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ബഷാർ മസാബ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളും ഇവിടെ കല്യാണം കഴിപ്പിക്കുകയുണ്ടായി, ഇവിടെ ഖാദിയാനിൽ. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇസ്ലാമിൻ്റെ ഖിദ്മത്തിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയുണ്ടായി. ഇന്ന് ലോകം ഇതിന് ഒരു ഉദാഹരണം കാണിക്കാൻ ലോകത്തിന് സാധ്യമാവുകയില്ല. എന്തിൻ്റെ അടയാളമാണ്? അള്ളാഹു ഷാഫിയാണ് എന്നുള്ളതിന് അടയാളമാണ്. അള്ളാഹു ആർക്കാണോ ഷിഫ നൽകാൻ ആഗ്രഹിക്കുന്നത്, സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു അവന് നൽകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചികിത്സ സാധ്യമാവാത്ത രോഗികൾക്ക് അള്ളാഹു രോഗശമനം നൽകുന്നു. അങ്ങനെ ഹുസൂർ ഒരു പ്രാവശ്യം ചലഞ്ച് നൽകുകയുണ്ടായി. ഞാൻ കുറച്ച് രോഗികളെ ഞാൻ എടുക്കുന്നതാണ്, നിങ്ങൾ കുറച്ച് രോഗികൾ എടുക്കുക, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ആർക്കാണ് അള്ളാഹു ഷിഫ നൽകുക എന്ന് നമുക്ക് നോക്കാം. അള്ളാഹു തൻ്റെ ഷാഫി എന്നുള്ളതിൻ്റെ ആ ഒരു സിഫത്ത് ആരെ മുഖാന്തരമാണ് അത് വെളിവാക്കുന്നത് കാണാമെന്ന്. അങ്ങനെ ഹുസൂറിൻ്റെ സത്യതയ്ക്കുള്ള ഒരു ജീവനുള്ള തെളിവാണിത്. ഇത് വെറും ഹുസൂറിൻ്റെ ദുആയുടെ ഫലമായി കൊണ്ടാണ് ആ ഒരു കുട്ടി വീണ്ടും ആരോഗ്യവാനായത്. വെറും ആരോഗ്യവാൻ മാത്രമാവുകയല്ല, പക്ഷെ ഒരു നീണ്ട കാലം അദ്ദേഹം ജീവിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തലമുറകൾ മുന്നോട്ട് ജീവിക്കുകയുണ്ടായി. വളരെയധികം പരിപൂർണമായിട്ടുള്ള ജീവിതം അവർക്ക് ലഭിക്കുകയുണ്ടായി. അള്ളാഹു ഈ ഒരു അടയാളം മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ടും ഒരു ജീവനുള്ള ഒരു അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് നടക്കുകയുണ്ടായി. ഇപ്പോഴും ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ അവർ പൂർത്തിയാക്കി കാണിക്കുക, സ്ഥാപിച്ചു കാണിക്കുക. ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പേപ്പട്ടി കടിക്കുകയും അടയാളങ്ങൾ കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് സുഖപ്പെടുമെന്ന്. അടുത്ത ചോദ്യം സെയ്ദ് സാബിനോടാണ്. അള്ളാഹു മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ഇൽഹാം മുഖേന ഒരു സുവാർത്ത അറിയിച്ചു, ഇന്നി ഉഹാഫിളു കുല്ലമൻ ഫിദ്ദാർ. ഇത് വളരെ പ്രസ്പഷ്ടമായ നിലയിൽ പൂർത്തിയായി. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ഈ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പുസ്തകം അത് ഖൽംസി സാനിയുടെ ആണ്. അതിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അതായത് പ്ലേഗ് നടമാടിയ സമയത്ത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനും ജമാഅത്ത് അംഗങ്ങൾക്കും എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരം അള്ളാഹു സംരക്ഷിച്ചത് എന്ന് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. ഈ ഇൽഹാം ഇന്നി ഹാഫിസു കുല്ലമൻ ഫിദ്ദാർ ഇല്ലല്ലസീന അലൂ മിൻ ഇസ്തിബാരി ഖാസത്തൻ സവാ ഖൗമിൻ മിൻ ഖൗമിർ റബ്ബിൽ ആലമീൻ.
ഞാൻ നിന്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കുന്നതാണ്. അദ്ദാർ എന്നതുകൊണ്ട് ഉദ്ദേശം മസീഹ് ഇസ്ലാമിൻ്റെ സ്വന്തം വീടും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് മസീഹ് ഇസ്ലാം വിശദീകരിച്ചത് അദ്ദാർ എന്നത് അദ്ദാർ എന്ന് പറയുന്നത് ഇഷ്ടിക കൊണ്ടുള്ള വീട് മാത്രമല്ല, ജമാഅത്താണ്. എൻ്റെ അധ്യാപനങ്ങളുടെ വീടിൽ പ്രവേശിച്ച വ്യക്തികളാണ് എന്ന് പറയുകയുണ്ടായി. അതായത് അഹമ്മദത്തിൽ യഥാർത്ഥ നിലയിൽ പ്രവേശിച്ചവരൊക്കെ തന്നെ ഈ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അള്ളാഹുവിൽ നിന്നും ദൈവനിയോഗിതർ വരുമ്പോൾ ഒക്കെ തന്നെ അവരുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി വിവിധ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാക്കുന്നു. ചില പ്രൗഢപൂർണമായുള്ള ശിക്ഷകളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും അള്ളാഹു പ്രകടമാക്കുന്നു. ഇങ്ങനെ ശിക്ഷാപരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. സമൂദ്, ആദ്, പല ഗോത്രങ്ങളെ കുറിച്ചും ലഭിക്കും. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കൈഫ കാന ആഖിബത്തുൽ മുകസ്സിബീൻ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകസ്സിബീൻ. ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക, പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെ പര്യവസാനം എന്തായിരുന്നു. ഒരുപാട് ജനനിബിഡമായ പ്രദേശങ്ങൾ, ഒരു പകൽ അത് സജീവമായിരുന്നു, രാത്രി അത് ശൂന്യമായി മാറി. എത്ര മഹത്തായ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അടയാളമാണ് പ്രകടമായത്. മസീഹ് ഇസ്ലാമിന് ഒരുപാട് തവണ ഇൽഹാം ഉണ്ടായി. തസ്കിറ എന്ന മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു, ഒരു ഇൽഹാമാണ്. എന്നാൽ ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്നാൽ അള്ളാഹു അവനെ സ്വീകരിക്കുകയും വളരെ ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോടെ ആക്രമണങ്ങളോടെ അവൻ്റെ സത്യത്തെ തെളിയിക്കുന്നതുമാണ്. അതായത് ഈ ശക്തിമത്തായ ആക്രമണം എന്ന് പറയുന്നത് ശിക്ഷകളാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാം ജനങ്ങളുടെ സത്യനിഷേധം ജനങ്ങൾ നിഷേധിച്ചപ്പോൾ മസീഹ് ഇസ്ലാം ഈ ഇൽഹാം വിവരിക്കുന്നുണ്ട്. മസീഹ് ഇസ്ലാം സ്വയം ആഗ്രഹിച്ചത് ജനങ്ങൾക്ക് ഒരു ശിക്ഷയുടെ ദൃഷ്ടാന്തവും കൂടി ലഭിക്കേണ്ടതുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടായി. ഫലമ്മ തകൽ മുസ്ലിം തമന്നീത്തു ലൗ കാനൽ വബീത്തു അഹബു വലനിഫാസ്. അതായത് നാശനഷ്ടങ്ങൾ വിതക്കുന്ന സത്യനിഷേധം വന്നപ്പോൾ ഞാൻ ഒരു രോഗം, ഒരു മഹാമാരി മുഖേന നാം ജനങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. കാരണം ജനങ്ങൾ നശിച്ചൊടുങ്ങുന്നതാണ് നല്ലത്. അവർ ഈ നാശത്തിന്റെ അങ്ങേയറ്റമായ മാർഗവംശത്തിലേക്ക് പോകുന്നതിനേക്കാളും ജനങ്ങൾ നശിക്കുന്നതായിരുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. അതായത് മാർഗഭ്രംശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും മഹാപ്രളയത്തിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ശിക്ഷകളാണ് പ്രകടമായത്. വളരെ ശക്തിമത്തമായ ആക്രമണങ്ങളാൽ നാം അവൻ്റെ സത്യസാക്ഷ്യത്തെ ഭൂമുഖത്ത് സ്ഥാപിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. മസീഹ് ഇസ്ലാമിനെ കുറിച്ച് ലോകത്ത് പ്ലേഗ് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലേഗിനെ കുറിച്ച് നമുക്കറിയാം, അതൊരു മഹാമാരിയാണ്. ചില സമയത്ത് 100 വർഷങ്ങൾക്ക് ശേഷമാണത് വരുന്നത്. വർഷത്തിൽ 1-2 തവണ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു രോഗമല്ല പ്ലേഗ്. അത് ദൈവത്തിൻ്റെ പ്രത്യേക യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പ്രത്യേകമായ നിലയിൽ ഒരുപാട് രോഗങ്ങൾ, ഒരു പ്രത്യേകത, അതായത് വ്യതിരിക്തത തെളിയിക്കാൻ വേണ്ടി വരുന്ന ചില രോഗങ്ങളുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നല്ലവരാര് തീയവരാണ് ആര് എന്ന് തെളിയിക്കാൻ വേണ്ടി. പ്ലേഗ് പരടുമ്പോഴൊക്കെ തന്നെ അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമായി ഒരു പ്രത്യേക സവിശേഷമായ ഒരു അവസ്ഥയിലാണ് വരുന്നത്. എന്നാൽ ആ സമയത്ത് ദൈവനിയുക്തരുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വാദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പ്ലേഗ് എന്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അയച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 1889 ഫെബ്രുവരി 6 മസീഹ് ഇസ്ലാം ഒരു സ്വപ്നം കണ്ടു. അള്ളാഹുവിന്റെ മലക്കുകൾ പഞ്ചാബിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു കറുത്ത ചെടി നടന്നു. അത് വളരെ വിരൂപമായ കറുത്ത നിറത്തിലുള്ള ചെറിയ ചെറിയ ചെടികളാണ്. ആ ചെടി നടുന്നവരോട് ഞാൻ ചോദിച്ചു, ഇതെന്ത് ചെടികളാണ്? ഇത് പ്ലേഗിന്റെ ചെടികളാണെന്ന് മറുപടി ലഭിച്ചു. ഇത് ലോകത്ത് മുഴുവൻ, ഈ രാജ്യം മുഴുവൻ വ്യാപിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇൽഹാമുണ്ടായി, ഇന്നല്ലാഹു ലാ യുഗീറു മാ ബി ഖൗമിൻ ഹത്താ യുഗീറു മാ ബി അൻഫുസിഹിം. ഈ ഒരു ഇൽഹാമുണ്ടായി.
അള്ളാഹു ഒരു സമുദായത്തെയും അവരുടെ അവസ്ഥ അവർ സ്വയം മാറ്റിമറിക്കാത്തടത്തോളം കാലം അവരെ അള്ളാഹു നശിപ്പിക്കുന്നതല്ല, അവരെ മാറ്റി മറ്റു സമുദായത്തെ കൊണ്ടുവരുന്നതല്ല. അള്ളാഹു ഈ പ്രദേശത്തെ, ഈ ഖാദിയാനെ അള്ളാഹു സുരക്ഷിതമാക്കി. ഹജറത്ത് മസീഹ് ഇസ്ലാം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വിവരം, പ്ലേഗിനെ കുറിച്ച്, ദേവശിക്ഷയെ കുറിച്ച് എനിക്ക് അള്ളാഹു വിവരം നൽകി. ഇത് ഒരു തഖ്ദീർ മുഅല്ലഖാണ്. ഇത് വേണമെങ്കിൽ ഇവരുടെ ഇടയിൽ, മനസ്സിൽ, ഇവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് ഇല്ലാതായി പോകുന്നതായിരിക്കും, മറിയുന്നതായിരിക്കും. ഈ ഒരു ദൈവവിധി മറക്കപ്പെടുന്നതാണ്. അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ ഇറങ്ങി. ബോംബെയിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അത് മസീഹ് ഇസ്ലാമിന്റെ പ്രവചനം അനുസരിച്ച് പഞ്ചാബിലേക്കും പ്രവേശിച്ചു. എന്നാൽ അള്ളാഹു മസീഹ് ഇസ്ലാമിനോടും ജമാഅത്ത് അംഗങ്ങളോടും മസീഹ് ഇസ്ലാമിന്റെ കുടുംബത്തോടും എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അള്ളാഹു പെരുമാറിയത് നോക്കുക. ഇനി ഹാഫിദുൽ ഫിദ്ദാർ, ഞാൻ നിന്റെ ഭവനത്തിലുള്ള അദ്ദാറിലുള്ള എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. അതിനെക്കുറിച്ച് മസീഹ് ഇസ്ലാം വിശദീകരിക്കേണ്ടേ. വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ. ഖാദിയാനെ, താവൂൻ എന്ന പ്ലേഗിനെ കുറിച്ച് അള്ളാഹു ഖാദിയാനെ പൊതുവായ നിലയിൽ സംരക്ഷിക്കണ്ടായി. അതായത് 100 കണക്കിന്, 1000 മരണങ്ങൾ നടമാടുന്ന ഒരു അവസ്ഥാവിശേഷം ഖാദിയാനിൽ ഉണ്ടായില്ല. ആ സമയത്ത് ഒരുപാട് പേർ, പഞ്ചാബിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജനസഹസ്രങ്ങൾ മരിച്ചൊടുങ്ങുകയുണ്ടായി. എന്നാൽ അള്ളാഹു ഖാദിയാനെ പ്രത്യേകമായി സംരക്ഷിച്ചു. അതുപോലെ ആ സമയത്ത് ജമാഅത്തിന് വളരെയധികം അഭിവൃദ്ധി ലഭിക്കുന്നുണ്ട്. മസീഹ് ഇസ്ലാം അതിനെക്കുറിച്ച് കിഷ്തി നൂഹ് എന്നൊരു ഗ്രന്ഥം ആ വിഷയത്തിൽ എഴുതുകയുണ്ടായി. നൂഹിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രളയത്തിൽ നൂഹിന്റെ പേടകത്തിൽ പ്രവേശിച്ചാണ് അന്നത്തെ ജനങ്ങൾ, വിശ്വാസികൾ രക്ഷപ്പെട്ടത്. അതുപോലെ ഒരു കിഷ്തി, എൻ്റെ അധ്യാപനത്തിന്റെ ഒരു പേടകമാണ് ഇത്. ഈ പേടകത്തിൽ പ്രവേശിക്കുന്നവർ ഈ ഒരു മഹാമാരിയിൽ രക്ഷപ്പെടുന്നതാണെന്ന് മസീഹ് ഇസ്ലാം വാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഖാദിയാനിൽ വന്ന് അഭയം പ്രാപിക്കുന്നുണ്ട്. എത്രത്തോളം അതിഥികളുടെ വരവുണ്ടായെന്നാൽ അത് വളരെ നിയന്ത്രണാതീതമായി മാറി. ആ സമയത്ത് അഹമ്മദിയത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കാൻ തുടങ്ങി. ഒരു സംഭവം വിവരിക്കപ്പെടുന്നു. മസീഹ് ഇസ്ലാം ആ അഹമ്മദികളെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഇത് താവൂനി അഹമ്മദികളാണ്, ഇത് പ്ലേഗിന്റെ അഹമ്മദികളാണ്, പ്ലേഗിന്റെ ഫലമായ അഹമ്മദിയത്ത് ലഭിച്ചവരാണെന്ന് ചിരിച്ചുകൊണ്ട് മസീഹ് ഇസ്ലാം അവരെ കാണുമ്പോൾ പറയുമായിരുന്നു. മസീഹ് ഇസ്ലാമിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും അനുസരിച്ച് ഈ ഒരു പ്രവചനം ഉണ്ടായി. പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഈ അഹമ്മദികളെ പൊതുവായ നിലയിൽ രക്ഷിക്കുകയുണ്ടായി. ജസാക്കുമുല്ലാഹു ഹസൻ ജസാ. പ്രിയ ശ്രോതാക്കളെ, ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ സയ്യിദ്ന ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി അത് വെക്കുകയാണ്. ഹുസൂർ തിരുമനസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെതായി മാറിയാൽ നിശ്ചയമായും ദൈവം നിങ്ങളുടേത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഉണർന്നിരിക്കും. നിങ്ങൾ ശത്രുവിനെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുമ്പോൾ ദൈവം അവനെക്കുറിച്ച് നോക്കിക്കൊള്ളും. അവൻ്റെ പദ്ധതികൾ പൊളിച്ചു കളയുന്നതാണ്. നിങ്ങളുടെ ദൈവത്തിന് എന്തെല്ലാം കഴിവുകളാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിനു വേണ്ടി അത്യധികം ദുഃഖിക്കുന്ന ഒരു ദിവസവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഒരു ഖജനാവ് തൻ്റെ കയ്യിലുള്ള ഒരു വ്യക്തി ഒരു പൈസ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വിലപിക്കുമോ, അലമുറി കൊള്ളുമോ, നാശമടയുമോ? ദൈവം എന്നുള്ളത് ഒരു ഖജനാവാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ലോകത്തിനു വേണ്ടി ഇങ്ങനെ മതിമറന്ന് ലോകത്തെ ആഗ്രഹിക്കരുത്. ദൈവം ഒരു പ്രിയങ്കരനായ ഖജനാവാകുന്നു. അവനെ വിലമതിക്കുവിൻ. അവൻ നിങ്ങളുടെ ഓരോ ചുവടിലും നിങ്ങളുടെ സഹായിയാകും. അവനെ കൂടാതെ നിങ്ങൾ ഒന്നുമേ അല്ല. നിങ്ങളുടെ ഉപാധികളും പദ്ധതികളും ഒന്നും തന്നെയല്ല. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു സീരീസുമായിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുവാദം നൽകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. तसल्ली का बताया
دور تسلی کا بتایا